യേശുവേ എന്റെ പാപ. ആ നിങ്ങള് മിസ്റ്റർ വീരഭദ്രൻ, മിലിറ്ററി മാൻ? അതെ ഫാദർ. സുഖാണോ? ദൈവത്തിന്റെ കൃപ കൊണ്ട് ജീവിച്ചു പോകുന്നു. നീ സുന്ദരിയല്ലേ? ഇവിടെ എന്ത് ചെയ്യാ? ഇത് അരുണിന്റെ ഭാര്യയാണ്. അരുണിന്റെ ഭാര്യയോ? അപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞല്ലേ? നിങ്ങളിപ്പോ അമ്മായച്ചനും ആയില്ലേ? നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. അരുണിനോട് ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ പറയാം. എടാ അരുടെ ഇത് ആള് കൊള്ളാ കേട്ടോ. എനിക്ക് പേടിയാവുന്നു. അരുണിനോട് ഇപ്പൊ ഈ കാര്യം പറയണ്ട. അയ്യോ, ഇവിടെ എന്തിനാ വന്നത്? ഇവളെയും വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ ആദ്യം ഇവിടെ ഇറങ്ങ. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാം. അതൊക്കെ പിന്നീട് സംസാരിക്കാം. ഇപ്പൊ ഇറങ്ങാൻ നോക്ക്. എന്താ? അതല്ല അച്ഛാ, ഇവിടെ കല്യാണം കഴിഞ്ഞവരെയൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. ഇനി ഞാനും കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞാൽ പ്രശ്നമാവും. നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. ഞാൻ എത്രയും പെട്ടെന്ന് ലീവ് എടുത്ത് വരാം. അപ്പൊ സംസാരിക്കാം. നിനക്ക് ഞാൻ പിന്നെ ഫോൺ ചെയ്യാവേ. ബൈ. അരുൺ നിക്ക്. അരുൺ ഞാൻ പറയുന്നു കേക്ക്. ഇങ്ങ് വാടാ ഭർത്താവേ. നിന്റെ കല്യാണക്കാര് മറച്ചു വെച്ചത് കൊണ്ട് നിന്നെ വേണേ എനിക്ക് സസ്പെൻഡ് ചെയ്യാം. ഞാൻ ചെയ്യട്ടെ? മാസ്റ്റർ, ഈ കാര്യം ഇവിടെ ആരോടും പറയരുതേ. എനിക്ക് ഭയങ്കര മാനക്കേടാവും. ഇപ്പോഴാണോ ഞാൻ സാറാണെന്നുള്ള ബോധ്യം നിനക്ക് വരുന്നേ? നീ മണവാളം ചെറുക്കനാണെന്നുള്ള കാര്യം ഞാൻ അസംബ്ലിയിൽ അങ്ങ് പറയും. അപ്പൊ ഈ കോളേജിലുള്ളവരെല്ലാം നിന്നെ മണവാളാന്ന് വിളിച്ചോണ്ട് നടക്കും. അല്ല വേണ്ട സാറേ, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ നല്ലൊരു മനുഷ്യരല്ലേ. അങ്ങനെയൊന്നും ചെയ്യില്ല. നീ എന്നെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും പറയും. അത് പിന്നെ കടമറ്റത്തെ ചുമ്മാ ഇരിക്ക്. അത് മാത്രം പറയരുത്. നിന്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. എന്റെ മാരേജിന്റെ കാര്യം ഇവിടെ ലീക്കായാലുണ്ടല്ലോ, പിന്നെ ഈ കാര്യം ഞാൻ എല്ലാരോടും പറയും. എടാ അങ്ങനെയൊന്നും ചെയ്യരുത്. ഒന്നെങ്കിൽ ഞാൻ നിന്റെ അധ്യാപകരല്ലേ, ഞാൻ ആരോടും പറയില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും ആരോടും പറയുകയില്ല. ജെന്റിൽമാൻ അഗ്രിമെന്റ്. എല്ലാം കർത്താവിന്റെ അനുഗ്രഹം. ആ കത്തനാരേ. ബൈ സാറേ. ബൈ സൺ. രക്ഷക. ഇവിടുത്തെ പിള്ളേരൊക്കെ നല്ല ചുവന്ന് തൊടുത്ത മാമ്പഴം പോലെ ആയിരിക്കുന്നത്. ഇതാ ഈ വീട് തന്നെയാ. എതിർത്ത് വലതുകാലം എടുത്തു വെച്ച് വന്നോളൂ. എന്താ മോളെ, സുഖം തന്നെയാണോ? എന്താ മാമ, കൊറേ നാളായില്ലേ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്? വയസ്സായില്ലേ, എപ്പോഴും വരാൻ കഴിയൂ. അതിരിക്കട്ടെ, നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നാട്ടിലെ ആണുങ്ങൾക്കാണോ പങ്യം? ആട്ടെ, ഇതാരാ കൂടെ? എന്റെ സുഹൃത്താ, മിലിറ്ററിയിലായിരുന്നു. ആള് വളരെ ഉഷാറായിട്ടുണ്ടല്ലോ. ഇതിൽ ആരെയാ വേണ്ട? നീ തന്നെ എടുത്തോ. എന്റെ റേറ്റ് കൂടുതലാണല്ലോ. അങ്ങനെയാണോ? മാമിക്ക് കൊടുക്ക്. ഇന്നാ സാർ എന്താ ആലോചിക്കുന്നേ? ബാറിൽ പോയിട്ട് കുടിച്ചില്ലെന്ന് പറഞ്ഞാലും കുടിച്ചെന്ന് തന്നെ അതിന്റെ അർത്ഥം. അകത്ത് പോയി കാര്യം സഹായിച്ചിട്ട് വാ സാറേ. ഞാനടുത്ത ബാറിക്കാണ്, അങ്ങോട്ട് വന്നേക്ക്. നാണിക്കാത്ത വാനേ. ചിലവർക്ക് കട്ടിലാണ് ഇഷ്ടം, ചിലവർക്ക് താഴെ ഇഷ്ടാ. നിങ്ങക്ക് എങ്ങനെയാ? ഇതിന്റെ മുന്നേ പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ലേ? എന്താ ഇങ്ങനെ നോക്കുന്നെ? വാനേ വാ. അതെ, കാശ് തന്നിട്ട് വെറുതെ നോക്കി കാണാണോ വന്നത്? വേഗം വന്ന ജോലി നോക്കി പോവാൻ നോക്ക്. വേറെ വലിയ കസ്റ്റമർ വരുന്നുണ്ട്. എടോ, എന്താ ഇങ്ങനെ പിണങ്ങി പോന്ന്? പോവല്ലേ, തിരിച്ചു വാ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ആരെയാ വേണ്ടേ? ഫസ്റ്റ് ഇയർ BA പഠിക്കുന്ന അരുണിനൊന്ന് വിളിക്കൂ. ഒന്ന് വെയിറ്റ് ചെയ്യേ. ഫസ്റ്റ് ഇയർ BA പഠിക്കുന്ന അരുണുണ്ടോ? ഹലോ അരുൺ. അച്ഛാ, അച്ഛന് സുഖമല്ലേ? സുന്ദരി എങ്ങനെ ഇരിക്കുന്നു? അവളുടെ അമ്മയുടെ വീട്ടിൽ കൊണ്ട് വിടാൻ പോവാൻ മുന്നേ. അവളിവിടെ ഉള്ളത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. നീയാണെങ്കിൽ ഹോസ്റ്റലിലുമാണ്. അച്ഛാ, സുന്ദരി നമ്മുടെ വീട്ടിൽ സുരക്ഷിതയായിരിക്കും. അവളുടെ വീട്ടിൽ വല്ലാത്ത കഷ്ടപ്പാടാ. മാത്രമല്ല അച്ഛന് ആഹാരം ഉണ്ടാക്കാൻ അവള് വേണ്ടേ, അതുകൊണ്ട് അയക്കണ്ട. അതല്ല മോനെ. അച്ഛാ, അവള് കൊച്ചുകുട്ടിയാ. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ ക്ഷമിച്ചാൽ മതി. അരുൺ, ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് എക്സാമിന് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ ഉടനെ ഞാൻ വന്നേക്കാം. അതുവരെ സുന്ദരി നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ പ്ലീസ്. മോനെ, അവളെ പ്ലീസ് അച്ഛാ, ഞാൻ പറയുന്നത് കേക്ക്. പിന്നീട് വിളിക്കാം.
സാറേ സൂക്ഷിച്ച്. മിലിറ്ററി ഇങ്ങനെ കുടിക്കല്ലേ, ആരോഗ്യത്തിന് ഹാനികരമായത്. എന്താകുന്ന ചാകൂ, ചാകട്ടെ. ഇപ്പോഴേ ഞാൻ ചത്താൽ അത് എല്ലാവർക്കും മോളെ സാറ് കുറച്ച് ഓവറ, ഒന്ന് വിളിച്ചോട്ട് പോക്കെ. മോളൊരു രാജകുമാരിയാ. എന്റെ ചക്കരെ, എന്റെ മുത്തേ, നീ ഒന്ന് എണീറ്റ് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ ചീത്തയാണ്, ദ്രോഹിയാണ്, മഹാപാവിയാണ്. ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയേ? ഇങ്ങനെ ഒച്ചുണ്ടൊക്കെ എല്ലാരെയും അറിയിക്കണോ? അകത്തേക്ക് വരൂ. ഞാൻ ജീവിച്ചിരിക്കാൻ പാടില്ല, ഞാൻ ചാകണം, ചാകണം, ചാകണം. ഛെ, ആദ്യം അകത്തേക്ക് വരൂ. ഇല്ല മോളെ, ഞാൻ നിന്നെ കുറിച്ച് എന്റെ സ്വപ്നത്തിൽ പോലെ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നത്? മിണ്ടാതിരിക്കോ? മോളെ, എന്നോട് ക്ഷമിക്കും മോളെ. അയ്യോ, നിങ്ങൾക്ക് പ്രാന്തായോ? ഒന്ന് എഴുന്നേൽക്ക്. പറ്റുന്നില്ല മോളെ, നിന്റെ കൂടെ കഴിഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എനിക്ക് പേടിയാകുന്നു. ഞാൻ ജീവിച്ചിരുന്നാൽ എന്റെ മകന്റെ കുടുംബം തകർന്നു പോകും. എനിക്ക് വിഷം തന്നു കൊന്നേക്ക് പോലെ. എന്താ ഈ പറയുന്നത്? അയ്യോ, അയ്യോ, കരയരുത്. ഇത്ര വലിയ ആളായിട്ട് കരയാൻ പാടുണ്ടോ? എല്ലാം ശരിയാവും. ആദ്യം വന്ന് കിടന്നുറങ്ങും. ഞാൻ നല്ലവനല്ല മോളെ, ഞാൻ ചീത്തയാണ്, ഞാൻ ചീത്തയാണ്, ഞാൻ നല്ലവനല്ല, ഞാൻ നല്ലവനല്ല മോളെ, ഞാൻ ചീത്തയാണ്. മിണ്ടാതൊന്ന് കിടന്നുറങ്ങും. അയ്യോ, നിന്റെ ജീവിതം തന്നെ ഞാൻ നശിപ്പിച്ചല്ലോ. അയ്യോ ആരും, നീ എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. ശരി, ഉറങ്ങിക്കോ.